Hi, hello, welcome back to my channel Lizzie's Hindi Learning World. Today I'm going to tell you about root of verb क्रिया का മൂല രൂപ് ധാതു ക്രിയയുടെ മൂലരൂപം അല്ലെങ്കിൽ വെർബിൻ്റെ റൂട്ട്. ഓരോ ക്രിയകളും അതിന് ഒരു മൂലരൂപമുണ്ടായിരിക്കും. അവയിൽ നിന്നും പ്രത്യയങ്ങൾ ചേർത്ത് രൂപപ്പെടുത്തുന്നതാണ് ഓരോ പദങ്ങളും. അപ്പോൾ ഓരോ വെർബിൻ്റെയും ധാതു എന്താണെന്നും ഇവ ഓരോ ടെൻസുകൾക്കനുസരിച്ച് മാറ്റം വരുന്നത് എങ്ങനെയാണെന്നും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ടു വോക്ക്. टू वॉक चलने के लिए, चलना. टू वॉक चलने के लिए. നടക്കാൻ എന്നാണ് അർത്ഥം. ഐ ആം ഗോയിങ് ടു വോക്ക്. ടു വോക്ക് ഞാൻ നടക്കാൻ പോകുന്നു. മേം ചലനെ കെ ലിയെ ജാ രഹാ ഹൂം. മേം ചലനെ കെ ലിയെ ജാ രഹാ ഹൂം. ചലനെ കെ ലിയെ ഞാൻ നടക്കാൻ പോകുന്നു. മേം ഖാനെ കെ ലിയെ ജാ രഹാ ഹൂം. ഞാൻ കഴിക്കാൻ പോകുന്നു. ഖാനെ കെ ലിയെ കഴിക്കാൻ പോകുന്നു, കഴിക്കാൻ പോവുകയാണ്. മേം പീനെ കെ ലിയെ ജാ രഹാ ഹൂം. ഞാൻ കുടിക്കാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു ഡ്രിങ്ക്. അപ്പം ടു ഡ്രിങ്ക് അല്ലെങ്കിൽ ചലനെ കെ ലിയെ എന്നുള്ളതിന് അവിടെ അർത്ഥം വരുന്നത് എന്താണ്? ഞാൻ നടക്കാൻ പോകുന്നു, ഞാൻ കുടിക്കാൻ പോകുന്നു, ഞാൻ കഴിക്കാൻ പോകുന്നു. ഓക്കെ, ഇപ്പം ടു വോക്ക് അല്ലെങ്കിൽ ചലനെ കെ ലിയെ ഇതിൽ ഏതാണ് ഇതിൻ്റെ ധാതു? ഈ ധാതു രൂപം എന്താണ്? ചൽ. ചൽ എന്നതാണ് ഇതിൻ്റെ ധാതുരൂപം. വാക്ക് നടക്കുക. ചൽ അല്ലെങ്കിൽ വാക്ക് നടക്കുക. അപ്പോൾ ഓരോ ധാതുവിൻ്റെ കൂടെയും പ്രത്യയങ്ങൾ ചേർത്ത് പുതിയ പദങ്ങളുണ്ടാക്കുന്നു. ഇവ സിമ്പിൾ പ്രസൻറ്റിൽ ഫസ്റ്റ് പേഴ്സണിനോട് കൂടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഐ, മീ, മൈ എന്നൊക്കെയുള്ളത് എന്താണ്? ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സ്പീക്കർ അല്ലെങ്കിൽ റൈറ്റർ അവനവനെക്കുറിച്ച് പറയുന്നത്. ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ എന്തായി? ഫസ്റ്റ് പേഴ്സണായി, ഞാൻ, ഐ. ഇനി എൻ്റെ കാര്യം പറയുമ്പോൾ അവിടെയും മൈ അല്ലെങ്കിൽ മീ, എന്നെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അതും ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഐ, മൈ, മീ എന്നുള്ളതൊക്കെ എന്താണ്? ഫസ്റ്റ് പേഴ്സണാണ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരുമ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ ഈ വാക്ക് എന്നുള്ളത് അല്ലെങ്കിൽ ചൽ എന്നുള്ളത് എങ്ങനെ ഉപയോഗിക്കും? നമുക്കറിയാം, പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലം, കഴിഞ്ഞു പോയ കാലം. ഇനി ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭവിഷ്യകാലം, വരാൻ പോകുന്ന കാലം, ഭാവി കാലം. അപ്പോൾ വർത്തമാനകാലത്തിൽ സിമ്പിൾ പ്രസൻറ്റിൽ ഈ വാക്ക് അല്ലെങ്കിൽ ചൽ എന്നുള്ളത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഐ വാക്ക് ഫസ്റ്റ് പേഴ്സണോട് കൂടി ഉപയോഗിക്കുമ്പോൾ ഐ വാക്ക്. ഹിന്ദിയിൽ അതെന്ത് പറയും? മേം ചൽത്താ ഹും, മേം ഖാത്താ ഹും, മേം പീത്താ ഹും, മേം പഠിത്താ ഹും. ഇനി സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ ധാതുരൂപത്തിൻ്റെ കൂടെ ഇകാരം ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അത് സ്ത്രീലിംഗമായി മാറും. മേം ചൽത്താ ഹും എന്നുള്ളത് പുല്ലിംഗവും മേം ചൽത്തി ഹും ഇകാരം ചൽത്ത എന്നുള്ളതിൻ്റെ കൂടെ ചൽത്തി ഇകാരം കൂട്ടിയപ്പോൾ അതെന്തായി? സ്ത്രീലിംഗമായി. മേം ഖാത്താ ഹും അത് സ്ത്രീലിംഗമാക്കാൻ എന്താ ചെയ്താൽ മതി? ഇകാരം കൂട്ടിച്ചേർക്കുക. മേം ഖാത്തി ഹും, മേം പീത്താ ഹും, മേം പീത്തി ഹും.
ഇനി മേം പഠിത്താഹും, ഞാൻ പഠിക്കുന്നു, വായിക്കുന്നു. മേം പഠിത്തീഹും. അപ്പം ഇകാരം കൂട്ടിച്ചേർത്ത് സ്ത്രീലിംഗമാക്കുക. സിമ്പിൾ പ്രസൻറ്റിൽ വാക്ക് അല്ലെങ്കിൽ ചൽ എന്നുള്ള ധാതു എങ്ങനെ ഉപയോഗിക്കുന്നത്? ഐ വാക്ക്. മേം ചൽത്താഹും, മേം ചൽത്തീഹും. ഞാൻ നടക്കുന്നു, നടന്നുകൊണ്ടിരിക്കുക, ഞാൻ വർത്തമാനകാലമാണ്, നടക്കുന്നു. ഇനി സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ കഴിഞ്ഞു പോയ കാര്യം പറയുക നമ്മൾ, അല്ലേ? അപ്പോൾ ഐ വാക്ക് എന്നുള്ളത് എന്തായി മാറി? ഐ വാക്ക്ഡ്, ഐ ജംപ്ഡ്, ഐ എയ്റ്റ്. ഈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് എയ്റ്റ്. ഐ എയ്റ്റ്. ഐ ഡ്രാങ്ക്, ഡ്രിങ്ക് എന്നുള്ളത് ഡ്രാങ്ക്. ഐ റോട്ട്, റൈറ്റ് എന്നുള്ളത് റോട്ട്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ ഐ വാക്ക്ഡ്, ഐ ജംപ്ഡ്, ഐ എയ്റ്റ്, ഐ റോട്ട് എന്നൊക്കെയുള്ള പറയുന്നത് ഹിന്ദിയിൽ എങ്ങനെ പറയും? മേം ചല, അതിൻ്റെ സ്ത്രീലിംഗമാവുമ്പോൾ മേം ചലി, ഈ കാരം കൂട്ടി ചേർത്ത്. മേം ഖായ, ഞാൻ കഴിച്ചു, അത് സ്ത്രീലിംഗമാവുമ്പോൾ എന്തായി? മേം ഖായി, ഞാൻ കഴിച്ചു. ഇനി മേം പഠ, ഞാൻ പഠിച്ചു, വായിച്ചു. മേം പഠി. അപ്പം ഞാൻ നടന്നു, ഞാൻ കഴിച്ചു, ഞാൻ കുടിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. കഴിഞ്ഞു പോയ കാര്യം, പാസ്റ്റ്. ഇനി ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ. അത് ഫസ്റ്റ് പേഴ്സണിൽ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഞാൻ ചെയ്യും, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുകയെന്നല്ല, ചെയ്യും. ഐ വിൽ ഡു. അപ്പം ഐ വിൽ വാക്ക്, വാക്ക് അല്ലെങ്കിൽ ചൽ എന്നോടുകൂടി എങ്ങനെയാണ് ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്നത്? ഐ വിൽ വാക്ക്. മേം ചലൂങ്ക, ചൽ പ്ലസ് ഊങ്ക. മേം ചലൂങ്കി, ചൽ പ്ലസ് ഊങ്കി. അപ്പം മേം ചലൂങ്ക, മേം ചലൂങ്കി. ചൽ എന്ന ധാതുവിൻ്റെ കൂടെ ഊങ്ക അല്ലെങ്കിൽ ഊങ്കി ചേർത്താൽ വിൽ എന്നുള്ള അർത്ഥം വന്നു. ഞാൻ നടക്കും, അപ്പം ഞാൻ കഴിക്കും. മേം ഖാവൂങ്ക, മേം ഖാവൂങ്കി. ഞാൻ മേം പഠൂങ്ക, മേം പഠൂങ്കി. ഓക്കെ. ഇനി സെക്കൻഡ് പേഴ്സണായി വരുമ്പോൾ, ഫോർ സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നിന്നെക്കുറിച്ച് പറയുന്നത്. ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞ് ഫസ്റ്റ് പേഴ്സൺ. ഇനി നിന്നെക്കുറിച്ച്, നീ പറയുന്നത്, നീയാണ്, ഞാനല്ല, നിന്നെക്കുറിച്ച് പറയുന്നത്. യു, ഫോർ സെക്കൻഡ് പേഴ്സൺ, യു. യു എന്നുള്ളതിന് ഹിന്ദിയിൽ 3 പദങ്ങളുണ്ട്. തൂ, തും, ആപ്പ്. 3 ഇംഗ്ലീഷിൽ ഒരൊറ്റ പദമാണ് യു. തൂ, തും, ആപ്പ്. നീ, നിങ്ങൾ, താങ്കൾ. ഇതാണ് സെക്കൻഡ് പേഴ്സൺ. അപ്പം ഈ സെക്കൻഡ് പേഴ്സൺ ആയി വരുമ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ, വർത്തമാനകാലത്തിൽ എന്ത് പറയും? ഐ വാക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ യു വാക്ക്, യു ജംപ്, യു ഈറ്റ്, യു റൺ. ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹിന്ദിയിൽ എങ്ങനെ പറയും? ആപ് ചൽത്തേ ഹേ, ആപ് ഖാത്തേ ഹേ, ആപ് പീത്തേ ഹേ. ഇനി തും വരുമ്പോൾ ഹേം എന്നുള്ളത് എന്താവും? ഹോയായി മാറും. തും ചൽത്തേ ഹോ, തും ഖാത്തേ ഹോ, തും പീത്തേ ഹോ. തൂ ചൽ, തൂ ഖാ, തൂ പി. അപ്പം ഈ സിമ്പിൾ പ്രസൻറ്റിൽ ഐ വാക്ക് എന്നുള്ളത് യു വാക്ക് എന്നായി മാറും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ആപ് ചൽത്തേ ഹേ, തും ചൽത്തേ ഹോ, തൂ ചൽ. നീ നടക്കൂ. ഇനി സിമ്പിൾ പാസ്റ്റ്, യു വാക്ക്ഡ്. ഫസ്റ്റ് പേഴ്സണിൽ ഐ വാക്ക്ഡ് എന്ന് പറഞ്ഞ് ഇത് യു വാക്ക്ഡ്, നീ നടന്നു. ആപ് ചലേ, ആപ് ചലേ, തും ചലേ, തു ചലേ. ആപ് ചലേ, ചൽ പ്ലസ് എ. തും ചലേ, ചൽ പ്ലസ് എ. അപ്പം ആപ് ചലേ, യു വാക്ക്ഡ്, നീ നടന്നു. ഇനി ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ യു വിൽ വാക്ക്, യു വിൽ വാക്ക്, യു വിൽ റൺ, യു വിൽ ഈറ്റ്, യു വിൽ റൈറ്റ്. ഹിന്ദിയിൽ എങ്ങനെ പറയും? ആപ് ചലോഗെ, തും ചലോഗെ, തും ചലോഗി. ആപ് ചലോഗെ, ആപ് ചലോഗി,
തും ചലോഗെ തും ചലോഗി, നീ നടക്കും എന്നാണ് അർത്ഥം. നീ നടക്കും, നടന്നിട്ടില്ല, നടക്കേമല്ല, നടക്കും. യു വിൽ വാക്ക്. ഫോർ ദ തേർഡ് പേഴ്സൺ. ഇനി തേർഡ് പേഴ്സൺ ആവുമ്പോൾ അത് ഹീ, ഷീ, അവൻ, അവൾ. ഞാനുമല്ല നീയുമല്ല, അവൻ അല്ലെങ്കിൽ അവൾ. അവൻ, അവൾ. ഓക്കെ. അപ്പോൾ ഹിന്ദിയിൽ ഇതിന് രണ്ടിനും കൂടി ഒറ്റ വാക്കുള്ളൂ, വഹ്. വഹ്. ഹീ അല്ലെങ്കിൽ ഷീ തേർഡ് പേഴ്സണായി വരുമ്പോൾ ഹിന്ദിയിൽ പറയുന്നത് വഹ്. അവൻ, അദ്ദേഹം, അവൾ എന്നൊക്കെ പറയുന്നതിന് വഹ് എന്ന് പറയാം. ഇത് സിമ്പിൾ പ്രസൻറ്റിൽ, വർത്തമാനകാലത്തിൽ ഹീ, ഷീ എന്നിവ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത്? വെർബിൻ്റെ കൂടെ എസ് കൂട്ടിച്ചേർക്കും നമ്മൾ. ഹീ വോക്സ്, ഷീ വോക്സ്, ഹീ ഈറ്റ്സ്, ഷീ ഈറ്റ്സ്, ഹി റൺസ്, ഷീ റൺസ്. എല്ലാത്തിൻ്റെ കൂടെ എസ് കൂട്ടിച്ചേർക്കും. वो चलता है, वो चलती है, वो खाता है, वो खाती है, वो पीता है, वो पीती है. അവൻ അല്ലെങ്കിൽ അവൾ നടക്കുന്നു, നടക്കുന്നു എന്നാണ്. അപ്പം वो चलता है, वो चलती है, वो खाता है, वो खाती है, वो पीता है, वो पीती है, वो पढ़ता है, वो पढ़ती है. അപ്പം താ എന്ന പ്രത്യയം ചേർക്കുന്നു. ചൽ പ്ലസ് താ, ചൽത്ത. ചൽ പ്ലസ് തീ, ചൽത്തി. ചൽ പ്ലസ് ഖാത്ത. അപ്പം ഖ, ഖ പ്ലസ് ത, ഖാത്ത. ഖ പ്ലസ് തീ, ഖാത്തി. ഇനി വേറെ നമ്മൾ പഠിത്ത. അപ്പം പട് പ്ലസ് ത, പട് പ്ലസ് തീ. അപ്പം നമ്മൾ ഓരോന്നിൻ്റെയും കൂടെ താ, തീ എന്ന പ്രത്യയങ്ങൾ ചേർത്ത് സിമ്പിൾ പ്രസൻറ്റിൽ ഹീ അല്ലെങ്കിൽ ഷീ വരുമ്പോൾ ഉപയോഗിക്കുന്നു, തേർഡ് പേഴ്സൺ. ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഈ ഹീ ഓർ ഷീ എന്ന് പറയുന്നത് അത് ഐ വോക്ക്ഡ്, യു വോക്ക്ഡ് എന്ന് പറഞ്ഞ പോലെ ഹീ വോക്ക്ഡ്, ഷീ വോക്ക്ഡ്, വോ ചല, വോ ചലി, വോ ഖായ, വോ ഖായി, വോ പട, വോ പടി. സ്ത്രീലിംഗോ പുല്ലിംഗോ. ഫ്യൂച്ചർ ടെൻസ് തേർഡ് പേഴ്സൺ ആയ ഹീ, ഷീ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഹീ വിൽ വാക്ക്, ഷീ വിൽ വാക്ക്, ഹീ വിൽ ഡു, ഷീ വിൽ ഡു, ഹീ വിൽ ഈറ്റ്, ഷീ വിൽ ഈറ്റ്, ഹീ വിൽ റൺ, ഷീ വിൽ റൺ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ഒരേ രീതിയാണ്. വോ ചലേഗ, വോ ചലേഗി, വോ ഖായേഗ, വോ ഖായേഗി, വോ പിയേഗ, വോ പിയേഗി, വോ പഠേഗ, വോ പഠേഗി. ഓക്കെ. അവൻ നടക്കും, അവൾ നടക്കും. ഇനി ഇപ്പം നമ്മൾ വാക്കെന്ന ക്രിയയെക്കുറിച്ചാണ് പറഞ്ഞത്. ധാതുരൂപമാണ് വാക്ക്, ചൽ. ഇനി ടു ജമ്പ് എന്നാകുമ്പോൾ അതിൻ്റെ ധാതുരൂപം എന്താണ്? ജമ്പ്. എന്താണ് അർത്ഥം? ടു ജമ്പ് എന്ന് പറഞ്ഞാൽ കൂതിനെ കേലിയെ, ചാടാൻ. ചാടാൻ എന്നാണ് അർത്ഥം. കൂതിനെ, ഐ ആം ഗോയിങ് ടു ജമ്പ്, ഞാൻ ചാടാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു ഈറ്റ്, ഞാൻ കഴിക്കാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു റൈറ്റ്, ഞാൻ എഴുതാൻ പോകുന്നു. അപ്പം ടു ജമ്പ് എന്നുള്ളത് ഖൂദിനെ കേലിയെ, അതിലെ ധാതുരൂപം ജമ്പ്. ഖൂദ്ന, ഖൂദ്ന, ചാടുക. അതിൻ്റെ ധാതുരൂപം ഖൂദ്ന, ചാടുക. ഇനി ഈ ഐ ജമ്പ് എന്നുള്ളത് എന്തിലാണ് നമ്മൾ പറയുന്നത്? സിമ്പിൾ പ്രസൻറ്റിൽ ഐ ജമ്പ്. മേം കൂദ്താ ഹും, മേം കൂദ്തി ഹും, മേം കൂദ്താ ഹും, മേം കൂദ്തി ഹും. ഇനി പാസ്റ്റ് എന്താണ്? ഐ ജംപ്ഡ്, ഐ ജംപ്ഡ്. മേം ഖുദ് ഗയ, മേം ഖുദ് ഗയി. ഈ ഖുദ് ഗയ, ഖുദ് ഗയി. ഫ്യൂച്ചർ ആകുമ്പോൾ ഐ വിൽ ജമ്പ്. മേം കൂതൂങ്ക, മേം കൂതൂങ്കി, ഞാൻ ചാടും. ഓക്കെ. ഇനി ഐ ഈറ്റ് എന്നുള്ളത് മേം ഖാത്താ ഹും, മേം ഖാത്തി ഹും. ഇത് എന്താണ്? സിമ്പിൾ പ്രസൻറ്റ്. ഇനി
പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ആവുക ഐ എയ്റ്റ്. മേം ഖാ ചുകാ ഹും, മേം ഖാ ചുകി ഹും. ഫസ്റ്റ് പേഴ്സൺ ആണ് ഇതെല്ലാനും. ഞാൻ കഴിച്ചു. ഇനി ഐ വിൽ ഈറ്റ് ഫ്യൂച്ചർ ടെൻസിൽ മേം ഖാവൂങ്ക, മേം ഖാവൂങ്കി. ഞാൻ കഴിക്കും, ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കും. ഐ വിൽ ഈറ്റ് മേം ഖാവൂങ്ക, മേം ഖാവൂങ്കി. ഇനി സെക്കൻഡ് പേഴ്സൺ യു ജംപ്, തും ഖൂദോ, നീ ചാടുക. ഇനി പാസ്റ്റ് യു ജംപ്ഡ്, തും ഖുദ് ഗയെ, നീ ചാടി. ഇനി ഫ്യൂച്ചർ ടെൻസിൽ യു വിൽ ജംപ്, തും ഖുദ് ജാവോगे, നീ ചാടും. തേർഡ് പേഴ്സൺ ആകുമ്പോൾ ഹീ ജംപ്സ്, എസ് കൂട്ടിച്ചേർത്തു. വ ഖൂദ്താ ഹേ, വ ഖൂദ്തി ഹേ. ഹീ ജംപ്ഡ്, വ ഖൂദ് ഗയ, വ ഖൂദ് ഗയി. ഹീ വിൽ ജംപ്, വ ഖുദ് ജാവോगे, വ ഖുദ് ജാവോഗി. അവൻ ചാടും, അവൾ ചാടും. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. വേറൊരു ക്ലാസ്സുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.